ശശി തരൂരിനെ കോൺഗ്രസ് എന്തു ചെയ്യും? രാഹുൽ ഗാന്ധിയെ തന്നെ തരൂർ വെല്ലുവിളിച്ചതിനു സമാനമാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്നതിനാൽ തരൂർ മടങ്ങിവന്നാൽ പാർട്ടി വിശദീകരണം തേടാതിരിക്കില്ല. എന്നാൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ ഉടൻ നടപടിയൊന്നും എടുക്കാതെ മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് ശ്രമിക്കുക. തരൂർ ലക്ഷ്മണരേഖ ലംഘിച്ചുകഴിഞ്ഞെന്നു പാർട്ടി ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഉന്നത നേതാക്കളെല്ലാം അങ്ങനെ തന്നെ കരുതുന്നു. പാർട്ടി നിലപാടിനൊത്തല്ല തരൂർ പോകുന്നതെന്നു വ്യക്തമായതോടെയാണ് തരൂർ പറയുന്നതൊന്നും പാർട്ടിയുടെ നിലപാടല്ലെന്നു ജയറാം രമേശ് തെളിച്ചു പറഞ്ഞത്. മോദി സർക്കാർ നിയോഗിച്ച സർവകക്ഷി സംഘത്തിൽ തരൂർ അംഗമായതും അതിനെ നയിച്ചതും പാർട്ടിയുടെ അനുമതി വാങ്ങാതെയാണ്. അതിനാൽ തരൂർ മടങ്ങുവന്നാലുടൻ അതിനു പാർട്ടി വിശദീകരണം ചോദിക്കും. അതു താക്കീതിൽ ഒതുങ്ങിയേക്കും. തന്നോട് ആദ്യം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇക്കാര്യം പറഞ്ഞപ്പോൾ താൻ പാർട്ടിയെ അറിയിച്ചെന്നാണ് തരൂർ പറഞ്ഞത്. മാത്രമല്ല പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെന്ന നിലയ്ക്ക് അതിൽ പങ്കെടുക്കുന്നതു ന്യായവുമാണ്. മാത്രമല്ല യുദ്ധസമാനമായ സാഹചര്യത്തിൽ സർക്കാരിനോടും സൈന്യത്തോടും ഒപ്പം നിൽക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയൊരു വിശദീകരണമായിരിക്കും തരൂരിൽ നിന്നുണ്ടാവുക. അതിനാൽ പാർട്ടിക്ക് തരൂരിനെതിരെ നടപടിയെടുക്കാൻ ശക്തമായ കാരണമില്ലാതാവും. മാത്രമല്ല അതു ബിജെപിയുടെ കൈയിൽ വടികൊടുക്കുന്നതിനു തുല്യമാവുകയും ചെയ്യും. കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിപ്പോര് അതിരൂക്ഷമാണ്. ഹൈക്കമാൻഡിന്റെ താക്കീതിനെ തുടർന്ന് പരസ്യമായ പോരില്ലെന്നു മാത്രം. 2 തവണ കൈവിട്ട ഭരണം ഇത്തവണ വന്നുകയറുമെന്ന് ഉറപ്പിച്ച് കാത്തിരിക്കുകയാണ് നേതാക്കൾ. ഇതിനിടെയാണ് തരൂരിന്റെയും സുധാകരന്റെയും പ്രശ്നം. കേന്ദ്രത്തിലെ സാധ്യതകളെല്ലാം അടഞ്ഞ സ്ഥിതിക്ക് കേരളത്തിലേക്ക് തരൂർ നോട്ടമിട്ടിരുന്നു. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ പദവി ഇത്തവണ തനിക്ക് തന്നെ വേണമെന്ന നിലയിൽ രമേശ് ചെന്നിത്തലയും പിടിമുറുക്കിയിട്ടുണ്ട്. വി.ഡി. സതീശനാകട്ടെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താനൊരാൾക്കു മാത്രമാണ് അതിന് അവകാശമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിനനുസരിച്ച് പാർട്ടിയെ സ്വന്തം കൈപ്പിടിയിലാക്കാനും ശ്രമിക്കുന്നു. ഇതിനിടെ കെ.പി.സി.സി. പ്രസിഡന്റ് സ്ഥാനം ധരിച്ച കെ. സുധാകരനും പാർട്ടിയുടെ രക്ഷകനായി കരുതുന്ന കെ. മുരളീധരനും സമയമാകുമ്പോൾ രംഗത്തുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ ഭരണം കിട്ടിയാൽ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയായ കെ.സി. വേണുഗോപാലിനെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കി തർക്കം തീർക്കാമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പകരം കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭാംഗം സെയ്ദ് നസീർ ഹുസൈനെ സംഘടനാ സെക്രട്ടറിയായി കൊണ്ടുവരുമെന്ന് ശ്രുതിയുണ്ട്. പാർട്ടി പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെയുടെ ഓഫീസ് സെക്രട്ടറിയായ അദ്ദേഹം ഖർഗെയുടെ അഹമ്മദ് പട്ടേൽ എന്നാണ് അറിയപ്പെടുന്നത്. ഏറെക്കാലം കോൺഗ്രസിന്റെ നട്ടെല്ലായിരുന്ന അഹമ്മദ് പട്ടേലിന്റെ സ്ഥാനത്താണ് കെ.സി. വേണുഗോപാൽ വന്നത്. അഹമ്മദ് പട്ടേലിന്റെ കാലത്ത് കോൺഗ്രസിനു കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും കെ.സി. വന്നതിനുശേഷം തോൽവികളുടെ നീണ്ട പട്ടികയാണു കാണാനുള്ളത്. സംഘടന തന്നെ പലയിടത്തും ശിഥിലമായി. നസീർ ഹുസൈൻ കോൺഗ്രസിന്റെ പുതിയ മുസ്ലിം മുഖമാണ്. കശ്മീരിന്റെ ചുമതലയുള്ള പാർട്ടി ജനറൽ സെക്രട്ടറിയുമാണ്. ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂരിന്റെ തുടർച്ചയായി കേന്ദ്ര സർക്കാർ അയക്കുന്ന എംപിമാരുടെ സംഘത്തിലേക്ക് പാർട്ടി നിയോഗിച്ച അംഗവുമാണ്. വേണുഗോപാലിനോടുള്ള അമർഷം രേഖപ്പെടുത്തിയാൻ പല സീനിയർ നേതാക്കളും പാർട്ടി വിട്ടുപോയത്. കെ.സിയോട് പറയൂ എന്നാണ് രാഹുലിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന നേതാക്കൾക്കു കിട്ടുന്ന മറുപടി. അതേസമയം ഖർഗെയോട് സംസാരിക്കാൻ നസീർ ഹുസൈനോട് പറഞ്ഞാൽ അതു നടക്കും. നസീർ ഹുസൈൻ പാർട്ടിയുടെ എല്ലാ നിർണായക യോഗങ്ങളിലും പങ്കാളിയാണ്. സഖ്യകക്ഷി നേതാക്കളുമായും നല്ല ബന്ധമുള്ളതിനാൽ രാഹുലിനും മതിപ്പാണ്. കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങൾ തിളച്ചുമറിയുകയാണ്. ഭരണമുണ്ടെങ്കിൽ പലതും പരിഹരിക്കാനാവുമായിരുന്നു. എന്നാൽ ഓരോ സംസ്ഥാനത്തും ഭരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തരൂരിന്റെ പ്രശ്നം കേന്ദ്രത്തെയും കേരളത്തെയും ബാധിക്കുന്നതാണ്. അതു ദീർഘിക്കുന്നതോറും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും. അതിനുപുറമെയാണ് കേരളത്തിൽ പുറനിറഞ്ഞു നിൽക്കുന്ന നിരാശരായ നേതാക്കളുടെ എണ്ണവും. പഹൽഗാം ഭീകരാക്രമണവും തുടർന്നുണ്ടായ സംഭവങ്ങളും കാരണം ബിജെപിയുടെ ദേശീയ പ്രസിഡന്റിനെ ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ല. അതു കഴിഞ്ഞാലുടനെ കേന്ദ്ര മന്ത്രിസഭ അഴിച്ചുപണിയുമെന്നും സ്ഥിരമായി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പല സീനിയർ മന്ത്രിമാരെ മാറ്റുമെന്നും മുസ്ലിം മന്ത്രി വരുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് അടുത്ത വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കും. നേരത്തെ മത്സരിച്ചിട്ടുള്ള തരൂരിനു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും മത്സരിക്കാനുള്ള അവസരവും വരികയാണ്. തരൂരിന് 69 വയസ്സായി. ഇനി മിണ്ടാതിരുന്നാൽ ഒന്നും നേടാനാവില്ല, മിണ്ടിയാൽ എന്തെങ്കിലും നേടാൻ കഴിഞ്ഞേക്കും. അതിനാൽ വരും മാസങ്ങളിൽ നിർണായകമായ പല രാഷ്ട്രീയ സംഭവവികാസങ്ങളും കാണാനാകും. കേരളത്തിലെ കോൺഗ്രസിനെ പിളർത്തിയെടുക്കുകയെന്ന ലക്ഷ്യത്തോട് ബിജെപി അടുക്കുകയാണെന്നു കരുതാം.